ഹായ് ഗൈസ്, ഇന്നൊരു മിനി വ്ളോഗാണ്. ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. കാരണം ഞാൻ 9 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കാണാൻ പോവുകയാണ്. അതിലൊരു ഫ്രണ്ടിന്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. മറ്റേ ഫ്രണ്ട് നിലമ്പൂരിൽ നിന്ന് വരണം. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ബസ് കയറിയിട്ടുണ്ട്. ഇവിടെ ഗംഭീര മഴ കേട്ടോ. ഈ വോയിസ് ഓവർ ചെയ്യുമ്പോഴും നല്ല മഴയാണ്. അവിടെ എങ്ങനെയാ മഴയുണ്ടോ? മഴയുണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കട്ടോ. ഭാഗ്യത്തിന് തലേന്നത്തെ വർക്ക് 3 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കൊരു 1.5 മണിക്കൂർ ഉറങ്ങാൻ സമയം കിട്ടിയിട്ടുണ്ട്. അത് തന്നെ വലിയൊരു ഭാഗ്യം കേട്ടോ. അങ്ങനെ ഞാൻ കൊളപ്പുള്ളി ഇറങ്ങി വെയിറ്റ് ചെയ്തു. ഷൊർണൂരിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് വരും കേട്ടോ. അപ്പൊ അവളെ ഞാൻ കണ്ടിട്ട് 9 കൊല്ലമായി. അപ്പൊ ഞാൻ അവൾക്ക് വേണ്ടി ഒരു ഹ്യൂജ് വെയിറ്റിംഗ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ അവൾ എങ്ങനെയായിരിക്കും ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് നേരിട്ട് കാണുന്ന ആ ഒരു ഫീലിങ്സ് അല്ലല്ലോ. അങ്ങനെ അവളെയും കൂട്ടി നമ്മൾ ഇതേ കല്യാണ മണ്ഡപത്തിൽ എത്തിയിട്ടുണ്ട്. എന്നെ കാണാൻ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. എനിക്ക് എന്റെ ഈ കോസ്റ്റ്യൂം ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ഞാനെങ്ങനെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കണ്ടു. ഇതാണ് അയനാട്ടോ, അവളുടെ ബ്രദർ ആണ് ചിമ്പു. അവനെയും കൂട്ടിയിട്ടാണ് കേട്ടോ അവൾ വന്നിട്ടുണ്ടായിരുന്നു. ഇവളുടെ വീട് നിലമ്പൂരാണ്. ഇത്രയും കാലം കാണാതിരുന്നിട്ട് ഞങ്ങളുടെ ഇടയിലുള്ള ഒരു ബോർഡറിന് യാതൊരു മാറ്റം വന്നിട്ടില്ല കേട്ടോ. ഇവിടെ ഗ്രൂമിന്റെ എൻട്രി ഡാൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ബ്രൈഡ്, ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്, ഞങ്ങൾ ത്രിമൂർത്തീസ് ആണ് ഗൈസ്. അവളുടെ എൻട്രി ആണ് കേട്ടോ. ഗീതുവിനെ സാധാരണ കാണുമ്പോഴല്ല, നല്ലൊരു റാണി ലുക്കായിരുന്നു അവളെ കാണേണ്ട. നല്ല ഭംഗി ഉണ്ടായിരുന്നു അവളുടെ കോസ്റ്റ്യൂമും എല്ലാം. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ഭയങ്കര ഹാപ്പി ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇത്രയും വർഷത്തെ ഗ്യാപ്പിന് ശേഷം അവളെ ഒരു ബ്രൈഡിന്റെ വേഷത്തിലാണ് കാണുന്നതെന്നുള്ളതിൽ ഭയങ്കര സന്തോഷം ഗൈസ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട്. ആക്ച്വലി കല്യാണം ഒരു അമ്പലത്തിൽ വെച്ച് ഓൾറെഡി കഴിഞ്ഞതാണ്. ആക്ച്വലി അതൊരു തമിഴ്നാട് സ്റ്റൈലിലാണ് കേട്ടോ നടന്നത്. കാരണം പയ്യൻ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്, ഇവള് താമസിക്കുന്നതും തമിഴ്നാട് തന്നെയാണ്. ഗീതു ആഗ്രഹിക്കുന്നതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ഒരു ലൈഫ് കിട്ടിയിട്ട് ഞാൻ ശരിക്കും പ്രാർത്ഥിക്കുകയാണ് ഗൈസ്. ഒരുപാട് സന്തോഷം അവളെ ഇങ്ങനെ കാണുമ്പോൾ. അവളോട് നമുക്ക് മനസ്സറിഞ്ഞ് കുറേ നേരം സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളത് മാത്രമാണ് കുറച്ച് വിഷമമുണ്ടാക്കിയ കാര്യം. പക്ഷെ കുഴപ്പമില്ല, 9 കൊല്ലത്തെ കാര്യങ്ങൾ മൊത്തം എനിക്ക് അതിനോട് ഇരുന്ന് പറയാനുള്ള ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ മെയിൻ സംഭവത്തിലോട്ട് കടന്നു, നമ്മുടെ സദ്യ. അതിനൊക്കെ ഒരു സദ്യ കാണാത്ത കണക്ക് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കഴിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ സദ്യ. എന്താ പറയണ്ടേ, സൂപ്പർ സാധനമായിരുന്നു. സദ്യയൊക്കെ കഴിച്ച് കുറേ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഒരുപാട് വർത്തമാനം പറഞ്ഞു. പിന്നെ ഒരുപാട് ദൂരം ഉണ്ടല്ലോ വീട്ടിലോട്ട്. ഇന്ന് രാത്രി വർക്കിന് കയറും വേണം. അതുകൊണ്ട് തന്നെ ഉച്ചയാകുമ്പോഴേക്കും ഞങ്ങൾ തിരിക്കാന്ന് കരുതി അങ്ങനെ ഞാൻ ഒരു ക്രിസ്പലൊക്കെ വാങ്ങി പാലക്കാട് എത്തി. അത് കഴിഞ്ഞ് ഞാൻ ബസ്സിൽ കയറി ഒരൊറ്റ ഉറക്കം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഒരു ചെറിയ മിനി വ്ളോഗ്. ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസത്തെ ഒരു മിനി വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.